ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂആർട്ട് ബൈ റീനു. അപ്പോൾ ഇന്ന് നല്ലൊരു മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ തുളസി പൊട്ടിക്കണം. അപ്പോൾ ഞങ്ങൾ തുളസി പൊട്ടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു പിടി തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് അത് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പട്ട, അതുപോലെ തന്നെ ഏലക്കായ, 2 ചെറിയ പീസ് പട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏലക്കായ ഒരു 4-5 പീസ് ഏലക്കായ, അതുപോലെ തന്നെ കരയാമ്പൂ ഒക്കെ വേണം. പിന്നെ ഒരു 4 കുരുമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചതക്കാം. നമ്മൾ ജസ്റ്റ് ഒരു പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. നന്നായിട്ട് ചതക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ അളന്നൊഴിച്ചിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാതും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചായപ്പൊടി ഒരു 3 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. കടുപ്പം നിങ്ങൾക്ക് കടുപ്പത്തിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് കുറച്ച് കടുപ്പത്തിൽ വേണ്ട കാരണം ഒരു 3 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-3.5 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. നന്നായി തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ കടുപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഈ ചായ നമുക്ക് ചുമ, പനി ഇതിനൊക്കെ നല്ലതാണ്. നമുക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ നന്നായിട്ട് കടുപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. അരിച്ചിട്ട് നന്നായിട്ട് ആറ്റിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.